മഴ പെയ്യുന്ന ഒരു സന്ധ്യ. കൊച്ചി നഗരത്തിലെ ഒരു ചെറിയ കഫേയുടെ ജനലിനരികിൽ ആദിത്യ ഇരിക്കുകയായിരുന്നു. അവന്റെ മുന്നിൽ ഒരു കപ്പ് കാപ്പി. പുറത്ത് മഴ പതുക്കെ പെയ്യുന്നു. മഴ കണ്ടാൽ അവനൊരാളെ ഓർമ്മ വരും. മീര. കോളേജ് കാലത്ത് അവരൊരുമിച്ച് ചെലവഴിച്ച ദിവസങ്ങൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയമായിരുന്നു. മഴയുള്ള ദിവസങ്ങളിൽ അവരൊരേ കുടയുടെ കീഴിൽ നടക്കും. കഫേയിലിരുന്ന് കാപ്പി കുടിക്കും. പക്ഷേ കോളേജ് കഴിഞ്ഞപ്പോൾ ജീവിതം അവരെ വേർതിരിച്ചു. മീരയ്ക്ക് ജോലി കിട്ടി മറ്റൊരു നഗരത്തിൽ. അവർ സംസാരിക്കുന്നത് പതുക്കെ കുറയാൻ തുടങ്ങി. ഒരു ദിവസം അവൾ അയച്ച അവസാന മെസ്സേജ് മാത്രം ബാക്കി. ജീവിതം നമ്മളെ വേറെ വഴികളിലേക്ക് കൊണ്ടുപോകുന്നു. നീ സന്തോഷമായിരിക്കണം. ആ ദിവസത്തിനു ശേഷം അവരൊരിക്കലും കണ്ടില്ല. പക്ഷെ ഇന്ന്, വർഷങ്ങൾക്ക് ശേഷം, കഫേയുടെ വാതിൽ തുറന്നു. അകത്തൊരു പെൺകുട്ടി നടന്നുവന്നു. അത് ആദിത്യയായിരുന്നു. അവൾ ആദിത്യയെ കണ്ടപ്പോൾ നിമിഷം നിശ്ചലമായി. നീ ഇപ്പോഴും ഇവിടെ വരാറുണ്ടോ? അവൾ ചോദിച്ചു. ആദിത്യ ചിരിച്ചു. മഴ വന്നാൽ ചില ഓർമ്മകൾ പോകാറില്ല. മീര ശാന്തമായി അവന്റെ മുന്നിലിരുന്നു. പുറത്ത് മഴ കൂടുതൽ ശക്തമായി പെയ്യുകയായിരുന്നു. അവരുടെ കഥ വീണ്ടും തുടങ്ങാൻ തയ്യാറായ പോലെ. ചില പ്രണയങ്ങൾ അവസാനിക്കില്ല. അവയ്ക്കൊരു ഇടവേള മാത്രമേ ഉണ്ടാകൂ. കടലിന്റെ അറ്റത്ത് ഒറ്റയ്ക്ക് നിന്നിരുന്ന ഒരു പഴയ വിളക്കുമാടം. രാത്രികളിൽ അത് കടലിനോട് സംസാരിക്കും. പകലിൽ നിശബ്ദം. അവിടെ കാവൽക്കാരനായി ജോലി ചെയ്തിരുന്നത് തോമസ്. മധ്യവയസ്സ്, കണ്ണുകളിൽ ഒറ്റപ്പെടൽ. ജീവിതം തിരകളെപ്പോലെ വന്നു പോയി. ഒരു ദിവസം മഴയുള്ള ഒരു വൈകുന്നേരം ഒരു പെൺകുട്ടി വിളക്കുമാടത്തിനരികെ വന്നു. പേര് മറിയം. അവളൊരു ഗവേഷക. കടലും വിളക്കുമാടങ്ങളും പഠിക്കാൻ വന്നവൾ. ഇവിടെ ഒറ്റയ്ക്ക് ഭയമില്ലേ? അവൾ ചോദിച്ചു. തോമസ് ചിരിച്ചു. കടൽ കൂട്ടായാൽ ഒറ്റപ്പെടലില്ല. അതവരുടെ ആദ്യ സംഭാഷണം. മറിയം പല ദിവസങ്ങളിലും വന്നു. നോട്ടുകളെടുത്തു, ഫോട്ടോകൾ പിടിച്ചു. തോമസ് വിളക്കുമാടത്തിന്റെ ചരിത്രം പറഞ്ഞു. അതിനിടയിൽ സ്വന്തം കഥകളും. എന്റെ ജീവിതവും ഇതുപോലെ, അവൻ പറഞ്ഞു. വഴികാട്ടും, പക്ഷെ ഒറ്റയ്ക്ക്. മറിയം പതുക്കെ പറഞ്ഞു. വഴികാട്ടുന്നവർ ഒറ്റയ്ക്കാവേണ്ടതില്ല. രാത്രികളിൽ വിളക്കുമാടം കത്തുമ്പോൾ അവർ കടൽക്കരയിലിരുന്നു. ചായയും സംഭാഷണങ്ങളും. പ്രണയം അവിടെ വിളക്കുപോലെ മൃദുവായി കത്തി. ഒരു രാത്രി വലിയ കൊടുങ്കാട്ട്. കടൽ കോപിച്ചു. വിളക്കുമാടം കുലുങ്ങി. മറിയം ഭയപ്പെട്ടു. തോമസ് അവളുടെ കൈ പിടിച്ചു. ഇത് നമ്മെ രക്ഷിക്കും. കൊടുങ്കാറ്റ് കഴിഞ്ഞു. പ്രണയം കൂടി. പക്ഷെ മറിയത്തിന് പോകണം. എന്റെ പഠനം കഴിഞ്ഞു, അവൾ പറഞ്ഞു. നഗരത്തിലേക്ക് മടങ്ങണം. തോമസ് ഒന്നും പറഞ്ഞില്ല. വിളക്കുമാടം കത്തിച്ചു. പോകുന്ന ദിവസം മറിയം ചോദിച്ചു, നീ എന്നെ കാത്തിരിക്കുമോ? തോമസ് കടലിനെ നോക്കി പറഞ്ഞു, ഈ വിളക്ക് കത്തുന്നിടത്തോളം. വർഷങ്ങൾ കടന്നു. വിളക്കുമാടം പുതുക്കപ്പെട്ടു. തോമസ് വൃദ്ധനായി. ഒരു സന്ധ്യയിൽ ഒരു കാർ നിന്നു. മറിയം തിരിച്ചുവന്നു. കയ്യിൽ ഒരു പുസ്തകം. പേര് വിളക്കുമാടത്തിന്റെ കാവലിൽ വളർന്ന പ്രണയം. ഇത് നമ്മുടെ കഥയാണ്, അവൾ പറഞ്ഞു. വിളക്കുമാടം വീണ്ടും കത്തി. കടൽ ശാന്തമായി. പ്രണയം വീട് കണ്ടെത്തി. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു പഴയ തറവാടിന്റെ പശ്ചാത്തലത്തിലുള്ള മനോഹരമായ ഒരു പ്രണയകഥ താഴെ നൽകുന്നു. നീലാംബരിയിലെ ഓർമ്മകൾ. അർജുന്റെയും മീരയുടെയും കഥ. വർഷങ്ങൾക്ക് ശേഷമാണ് അർജുന പഴയ തറവാടിലേക്ക് തിരിച്ചെത്തുന്നത്. നീലാംബരി, അതായിരുന്നു ആ വീടിന്റെ പേര്. പായൽ പിടിച്ച മതിലുകളും തടിവാതിലുകളും പഴയ ഒട്ടനവധി ഓർമ്മകളെ ഒളിപ്പിച്ചുവെച്ചിരുന്നു. ഉമ്മറത്തെ ചാരുപടിയിലിരിക്കുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് മീരയുടെ മുഖമായിരുന്നു. നീ ഇപ്പോഴും പഴയതുപോലെ തന്നെയുണ്ടല്ലോ അർജുൻ. പിന്നിൽ നിന്നുള്ള ആ ശബ്ദം അവനെ ഞെട്ടിച്ചു. തിരിഞ്ഞു നോക്കിയപ്പോൾ കൈയിലൊരു കുട്ടയുമായി മീര നിൽക്കുന്നു. അവളുടെ കണ്ണുകളിൽ പഴയ അതേ കുസൃതി. അർജുൻ എഴുന്നേറ്റു അവളുടെ അടുത്തേക്ക് നടന്നു. മീര, നീ എങ്ങനെ അറിഞ്ഞു ഞാൻ വന്ന കാര്യം? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. ഈ കാറ്റിനും മരങ്ങൾക്കും നിന്റെ മണം തിരിച്ചറിയാൻ പറ്റും. പിന്നെയാണോ എനിക്ക്?
അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവർ രണ്ടുപേരും തൊടിയിലെ ആ വലിയ മാവിന്റെ ചുവട്ടിലേക്ക് നടന്നു. പണ്ട് അവർ തങ്ങളുടെ പേരുകൾ കൊത്തിവെച്ച ആ മാവ് ഇന്നും തലയുയർത്തി നിൽക്കുന്നു. കാലം ഒരുപാട് മാറിയിട്ടും അവർക്കിടയിലുള്ള ആ പഴയ ആത്മബന്ധത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞു. നമ്മൾ ഒരുപാട് ദൂരെയായിരുന്നു അല്ലേ? അർജുൻ അവളുടെ കൈകൾ പതുക്കെ കോർത്തുപിടിച്ചുകൊണ്ട് ചോദിച്ചു. ശരീരം കൊണ്ട് ദൂരെയായിരുന്നു അർജുൻ, പക്ഷെ മനസ്സ് എന്നും ഇവിടെ ഈ തറവാട്ടുമുറ്റത്ത് നിന്നെയും കാത്തിരിക്കുകയായിരുന്നു. മീരയുടെ സ്വരത്തിൽ ഒരു വിറയലുണ്ടായിരുന്നു. അസ്തമയ സൂര്യന്റെ ചുവപ്പ് പടരുന്ന ആ വൈകുന്നേരത്ത് വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് അവർ വീണ്ടും ഒന്നായി. പ്രണയം വാക്കുകളിലല്ല, മറിച്ച് പരസ്പരം കാത്തുനിന്ന ആ മനസ്സുകളിലാണെന്ന് ആ ഗ്രാമം ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിച്ചു.